VS-ന്റെ അന്തിമോപചാരം അർപ്പിക്കാൻ കണിയാപുരത്തിന്റെ പ്രദേശത്തുള്ളവർ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ആ വിലാപയാത്ര ഏകദേശം PMG കഴിഞ്ഞ് പട്ടം ശ്രീകാര്യം കേശവദാസപുരം എത്തി എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാനിപ്പോൾ നേരത്തെ കഴക്കൂട്ടത്ത് തൊട്ട് മുമ്പ് എങ്ങനെയാണ് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നതിന്റെ ദൃശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ടു. ഇപ്പോൾ കണിയാപുരത്തേക്ക് വരുമ്പോൾ LDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിട്ടും കേരള കോൺഗ്രസിന്റെ കർഷക വിഭാഗത്തിന്റെ നേതാവ് കൂടിയായ AH ഹഫീസാണ് ഇവിടെ ഇപ്പോൾ കണിയാപുരത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ അന്തിമോപചാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായവും VS-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൂടി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കും. അപ്പോൾ ഹഫീസ് ചെറിയാണ്, എന്താണ് VS എന്ന വ്യക്തിയെ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ജീവിതത്തിൽ? ഒരുപാട് രാഷ്ട്രീയ ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് VS-ന്റെ ആ ഓർമ്മകളെ? VS-നെ കുറിച്ച് കേരളീയർക്ക്, അതായത് അദ്ദേഹം ഇപ്പോൾ 102 വയസ്സുള്ളൊരു മനുഷ്യനാണ്. ഇന്നത്തെ തലമുറയിലെ മുഴുവൻ ജനങ്ങൾക്കും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. അത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. നിലപാടുകളിൽ കലർപ്പില്ലായിരുന്നു, വെള്ളം ചേർക്കില്ലായിരുന്നു. അദ്ദേഹമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കേരള ഫോഴ്സ് മാണി ഗ്രൂപ്പിൻ്റെ പ്രവർത്തനമാണ്. എൻ്റെ കേരള ഫോഴ്സ് ഞങ്ങൾ മാണി ഗ്രൂപ്പായിട്ട് ചേരുന്ന സമയത്ത് വരെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ 2014 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ ഞങ്ങളുടെ സമരങ്ങളെയൊക്കെ ലാത്തിച്ചാർജും കാര്യങ്ങളുമൊക്കെ നടത്തിയ സമയത്തൊക്കെ അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് 2009 ഭീമാപ്പള്ളിയിൽ വെടിവെപ്പുണ്ടായി. ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്നു. അപ്പം ജമാഅത്തുകളുടെ ഒരു കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ട് എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ VS-നെ കാണാൻ പോയി. അപ്പോൾ ആ സമയത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭീമാപ്പള്ളി പ്രദേശത്ത് ഉണ്ടാകുമെന്നൊരു ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആരും നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല, വൈകാരികമായ ഒരു വിഷയത്തിന് ഇനിയും മുതലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും ആർക്കും ഒറ്റ സ്ട്രെച്ചിൽ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല. പക്ഷേ നമ്മൾ കടന്നു ചിന്തിക്കുമ്പോൾ അദ്ദേഹം എത്രയോ കാലത്തിന് മുമ്പ് അദ്ദേഹം സഞ്ചരിച്ചു. നമ്മുടെ ചിന്തകളെക്കാളൊക്കെ എത്ര മുമ്പിലായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത് നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും ദുഃഖമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ അദ്ദേഹം ഇന്നലെ മുഴുവൻ കാര്യങ്ങൾക്ക് AK സെൻ്ററിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് MLA അദ്ദേഹം ദർബാർ ഹാളിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നു. പാർലമെൻറ്റ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സാറ് അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം ആലപ്പുഴയിലേക്ക് തിരിച്ചു കഴിഞ്ഞ് സംസ്ഥാന ചടങ്ങിലടക്കം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണിയുടെ നായകൻ, അല്ലെങ്കിൽ മുന്നണിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു ആത്മീയ ബലം പോലെ നിന്നിരുന്ന ആളുടെ ഒരു നിര്യാണവും വിയോഗവും വളരെ വേദനാജനകമായ കാര്യമാണ്. VS-നെ നോക്കുമ്പോൾ ഒരു ലെഫ്റ്റിന്റെ LDF-നെ സംബന്ധിക്കുന്നിടത്തോളം VS-ന്റെ വിയോഗം ഒരു എങ്ങനെയാണ് നോക്കിയത്? ഒരു തീരാ നഷ്ടമാണോ? അതേപോലെ ഒരു ആശയം, ഒരു സമരമുഖം, ഇടതുപക്ഷത്തിന്റെ വിപ്ലവ ചരിത്രത്തിന്റെ ഒരു പോരാളി, ആ പ്രസ്ഥാനത്തോളം പ്രായാധിക്യമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ ആ ശൂന്യത എത്രത്തോളം വലുതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രസ്ഥാനത്തുള്ള, അതായത് 100 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 102 വയസ്സുള്ള ഒരു നേതാവുണ്ട് എന്നതിന് അഭിമാനത്തോടെ പല സഖാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സജീവമായ ഒരു ഇടപെടൽ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ മുതൽക്കൂട്ടാകുമായിരുന്നു. പിണറായി വിജയൻ സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി അദ്ദേഹത്തെ ഭരണപരിഷ്കാര കമ്മീഷനായിട്ട് നിയോഗിച്ചിരുന്നു. ആ കമ്മീഷൻ നല്ല നിർദ്ദേശങ്ങളും മറ്റും നൽകിയിരുന്നു എന്നുള്ളതും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമല്ല, കേരളത്തിൽ കറകളഞ്ഞ അഴിമതിയില്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മുഴുവൻ കേരളീയർക്കും ഒരു ദുഃഖം ഉളവാക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാതൃരാജ്യങ്ങൾ. ഇപ്പോൾ ഇവിടെ വന്നിക്കുമ്പോൾ ഒരുപാട് സമയമായി വെയിറ്റ് ചെയ്യുന്നത്, നിശ്ചയിച്ച സമയത്തെക്കാളും വൈകി കഴിഞ്ഞു. അത് സ്വാഭാവികമാണല്ലോ. ഈ ഒരു നമ്മുടെ അതിപ്പം VS-ന്റെ കാര്യം മാത്രമല്ല, ഉമ്മൻചാണ്ടി സാറായതിനും ഒരു ജനകീയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര വിലാപയാത്ര കടന്നുപോയപ്പോഴും VS-നെ പോലൊരു നേതാവിനെ വിലാപയാത്രയെ കടന്നു വരുമ്പോഴും ജനങ്ങൾ ഇളങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാലതാമസമുണ്ട്. അതിവിടെയും ഉണ്ട്. അതിനകത്ത് ആരും അക്ഷമയായിട്ട് ഇരിക്കുന്നില്ല. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ ഒരു നോക്കും കാണാൻ വേണ്ടി.